ശ്രീധരൻ കൊടുക്കോ? ചേച്ചി ചേച്ചി പോലെ പോലെ ചേച്ചിയാണ് ഒരു മിനിറ്റ് ചേച്ചി ചേച്ചി ചേച്ചിയാണ് മോക്ക് ശ്രീധരൻ കൊടുക്കും ചേച്ചി ഇത് കണ്ടിട്ട് ഉള്ളതൊക്കെ കൊടുക്കും. സൂപ്പർ സൂപ്പർ. കൊല്ലക്കാർ കാണേണ്ട സിനിമ. ചേച്ചിയുടെ ഒരു മോനുണ്ടായ ശ്രീധരൻ മേടിക്കോ? ഇല്ല, കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു പോയി. ശ്രീധരൻ മേടിച്ചായിരുന്നു? ഇല്ല, ഞാൻ മേടിച്ചില്ല. അവര് കൊടുത്തത് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. തിരിച്ചു കൊടുക്കും? പിന്നെന്താ, കൊടുത്തല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ കണ്ടിരിക്കേണ്ട ഒരു പടം. അടിപൊളി അടിപൊളി അടിപൊളി. തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് കുറെ കാലമായി. വളരെ സന്തോഷമായിരിക്കും. സൂപ്പർ സൂപ്പർ. കൊല്ലക്കാർ കാണേണ്ട സിനിമ എത്ര മനോഹരമായിട്ട് അവര് അവതരിപ്പിച്ചിരിക്കുന്നു. അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു. പെട്ടെന്ന് സമയം പോയത് പോലും അറിഞ്ഞില്ല. നേരെ കൂടെ കാണുന്നുണ്ടായിരുന്നു. എല്ലാ കുടുംബ സദസ്സിലും കാണാൻ പറ്റും. സൂപ്പറായിരുന്നു. കാരണം നമ്മള് കണ്ടപ്പോഴത്തേനും സങ്കടം വന്നു പോയി. നമ്മുടെ കൊച്ചു പെമ്പിള്ളാർ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് അവരിത് പുറകെ പോകണമെന്നാൽ ഇതേപോലുള്ള പെമ്പിള്ളാർ വിചാരിക്കണമെങ്കിൽ സ്ത്രീധനം വേണ്ട, സ്വർണം വേണ്ട, വേണ്ട, അത് എല്ലാ കുട്ടികളും വിചാരിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കണം. ഞങ്ങളൊക്കെ പ്രായമായി, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. മറ്റുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പൊ. ഒരു മോനുണ്ടായ ശ്രീധരൻ മേടിക്കോ? ഇല്ല, കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു പോയി. ഇല്ല, ഞാൻ മേടിച്ചില്ല. അവര് കൊടുത്തത് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. തിരിച്ചു കൊടുക്കും? പിന്നെന്താ, കൊടുത്തല്ല. എപ്പോഴും അവരുടെ വീട്ടിലായിരിക്കുന്നേ, അവരുടെ വീട്ടിലായിരിക്കുന്നേ. ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല. അതെ അതെ, കറക്റ്റാണ്. അത് കറക്റ്റ് കാര്യമാണ്. പടം നല്ല പടമായിരുന്നു, അടിപൊളിയാണ്. കണ്ടിട്ട് കൊല്ലം ജില്ല കുറ്റം തോന്നി. കൊല്ലം ജില്ല കുറ്റം തോന്നിയില്ല? ഞങ്ങളുടെ നാട്ടിലോട്ട് ഇങ്ങനെയൊന്നുമില്ല. എന്റെ നാട് എറണാകുളം. എറണാകുളത്തല്ലയോ? ഇപ്പൊ കൊല്ലക്കാരിയാണോ? ഇപ്പൊ കൊല്ലക്കാരിയാണ്. അതല്ലേ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിച്ചു ശ്രീധരൻ കൊടുക്കോ? കല്യാണം വേണോന്നാദ്യം നോക്കട്ടെ. പിന്നാണ് ശ്രീധരൻ അല്ലേ? കൊള്ളാം, നല്ലതായിരുന്നു. ആണല്ലേ? കാണാൻ കൊള്ളായിരുന്നു. ചേച്ചി ഒരു മോനോ ഉണ്ടെങ്കിൽ മോനുണ്ടെ ശ്രീധരൻ മേടിക്കും? മോന് ശ്രീധരൻ മേടിച്ചാണ് കല്യാണം കഴിക്കുന്നത്? ഇപ്പൊ തോന്നുന്നു വേണ്ടെന്ന്. ശ്രീധരൻ മേടിക്കോ? ഇല്ല, ശ്രീധരൻ വാങ്ങിക്കത്തില്ല. ഉറപ്പ്? സിനിമ സൂപ്പർ. അടിപൊളി. ഞങ്ങളുടെ എല്ലാ അന്വേഷണങ്ങളും പറഞ്ഞേക്കണം. സൂപ്പർ സൂപ്പർ പടമായിരുന്നു. എനിക്കും ഒരു മകളുണ്ട്. ശ്രീധരത്തെ പറ്റി എനിക്കൊരു മകനും ഉണ്ട്, ഒരു മകളും ഉണ്ട്. ശ്രീധരത്തെ പറ്റിയൊക്കെ കേട്ടപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ശ്രീധരൻ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യോ? ഇല്ല 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 ഇല്ല, കൊടുക്കത്തുമില്ല. വാങ്ങിച്ചാലും വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, ജോലിയും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. മോൻ ശ്രീധരൻ മേടിക്കത്തില്ല? മോനും മേടിക്കത്തില്ല. മോനും അതുപോലെ വിദ്യാഭ്യാസം കൊടുക്കും, ജോലിയും മേടിച്ചു കൊടുക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിലെ ഏകദേശം 800ഓളം അമ്മമാരെയാണ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ അനന്തപിള്ള സൗജന്യമായിട്ട് സിനിമ കാണിക്കാൻ നമ്മുടെ പത്തനാപുരത്ത് സീമ തിയേറ്ററിൽ എത്തിച്ചത്. എന്താണ് ഇങ്ങനൊരു സിനിമ കാണിക്കണമെന്ന് തീരുമാനമെടുക്കാൻ കാരണം? എനിക്ക് ഈ അവസരത്തിൽ വലിയ സന്തോഷമാണുള്ളത്. ഒന്ന്, ഞാൻ ഈ സിനിമ കാണുകയും ഈ സിനിമയുടെ ഒരു ആശയം ഉൾക്കൊള്ളുകയും ചെയ്തു. നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു മഹാവിപത്ത്. അപ്പോൾ ആ വിപത്തിനെതിരായിട്ട് നിയമമെല്ലാം പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും സ്വാഭാവികമായി ഇപ്പോഴും അക്രമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ, ആത്മഹത്യകളൊക്കെ നമ്മുടെ ജില്ലയിലും സമീപ പ്രദേശത്തൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പുരോഗമനപരമായി അവർ ചിന്തിച്ചുകൊണ്ട് അതിനെതിരായി ശബ്ദിക്കുവാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇന്നും ഇപ്പം എൻ്റെ അമ്മയുടെ പ്രായമുള്ള അത്രയും പ്രായമുള്ള ഒരു ജനറേഷൻ, ആ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇതൊരു നാട്ടുനടപ്പായിട്ടും അല്ലെങ്കിൽ ഇതൊരു കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട് എന്ന് ഇപ്പോഴും അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെതിരായി എങ്ങനെ അവരെ ചിന്തിപ്പിക്കാൻ കഴിയും എന്നുള്ള ആശയമാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ആശയം ഉന്നയിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള ആളുകളെ സമീപിച്ച് ആവശ്യമായ തുകയെല്ലാം കണ്ടെത്തി ഈ സിനിമയുടെ ഭാഗമായി കുറച്ചധികം ആളുകളിലേക്കെങ്കിലും നമുക്ക് ആ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ശ്രീധരൻ വാങ്ങത്തില്ലല്ലോ? ഞാനൊരിക്കലും ശ്രീധരൻ വാങ്ങത്തില്ല. ഇല്ലില്ല, മേടിക്കത്തില്ല. ഇത് കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു മൂവിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൊല്ലം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സംഭവബഹുലമായ ഒരു കാര്യമാണ് ഇതിനകത്തിലെ കഥാതന്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, സ്ത്രീധന നിരോധന നിയമമൊക്കെ വന്നു പറയുന്ന നിയമം ഒരു സൈഡിൽ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോഴും വർഷങ്ങളായിട്ട് കൊടുക്കുന്നവർ കൊടുക്കുന്നു, വാങ്ങിക്കുന്നവർ വാങ്ങിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങളും ഗാർഹിക നടന്നു വരുന്നൊരു ഒരു ജില്ലയാണ് നമ്മുടെ. പിന്നെ പൊങ്ങച്ചത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ സ്ത്രീധനം വാങ്ങിക്കരുത്, കൊടുക്കരുത് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ അയ്യോ കൊടുത്തില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് നല്ല ജീവിതം കിട്ടുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ. പക്ഷേ സാധാരണ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അച്ഛനമ്മമാരുണ്ടാക്കുന്ന സ്വത്തിന്റെ ഒരു പകുതി അവർ കൊടുക്കും, അവരുടെ കാലശേഷം കൊടുക്കും, അത് അവർ ജീവിച്ചോട്ടെ. പക്ഷെ അതിന്റെ പേരിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും ഉണ്ടാവരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് അത് ചെയ്യിക്കത്തില്ലെന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലായി.